بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പാരായണത്തിന് മുമ്പ് നമ്മൾ ചൊല്ലാറുള്ള ബസ്മലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു. ആ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ 3 നാമങ്ങൾ ബസ്മലയിൽ, അള്ളാഹു അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ ബസ്മലയിൽ നമുക്ക് കാണാൻ കഴിയും എന്ന്. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ 3 നാമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ അർത്ഥത്തിലും ആശയങ്ങളിലുമുള്ള ഗ്രാഹ്യതയും ആ അറിവിനനുസരിച്ചുള്ള കർമ്മവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ പേടി ജനിപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് സഹോദരങ്ങളെ ഒരു വിനീതനായ, ഒരു സൽസ്വഭാവിയായ, ഒരു നല്ല അടിമയാകുവാൻ വേണ്ടിയിട്ട് മനുഷ്യന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയുക എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അഥവാ അത്യുത്തമമായ അള്ളാഹുവിന്റെ നാമങ്ങൾ പ്രസക്തമാകുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയിക്കുന്ന അള്ളാഹുവിന്റെ ഏതാനും വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ നമ്മൾ കൃത്യമായി ഗ്രഹിക്കേണ്ടതുണ്ട്. അതെല്ലാം സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അത് പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ, അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുമ്പിലുള്ള നിയമങ്ങൾ, അതൊക്കെ എങ്ങനെയാണോ പൂർവികർ നമുക്ക് മനസ്സിലാക്കി തന്നത് ആ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അസ്മാഉല്ലാ അഥവാ അള്ളാഹുവിന്റെ നാമങ്ങൾ അതെല്ലാം ഹുസ്ന മാത്രമാണ്, അതെല്ലാം നല്ലത് മാത്രമാണ്, അത്യുത്തമമായതാണ് എന്ന് കൃത്യമായി കൊണ്ട് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? അവ ഏറ്റവും നല്ല അർത്ഥങ്ങളും ഉത്തമമായ ആശയങ്ങളും അതുപോലെ തന്നെ പരിപൂർണമായ സമ്പൂർണമായ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. അവയിൽ യാതൊരു നിലക്കുമുള്ള കുറവുകളും പോരായ്മകളുമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ന്യൂനതകളുള്ള പ്രയോഗങ്ങൾ അള്ളാഹുവിലേക്ക് ചാർത്തിക്കൊണ്ട് നമ്മൾ പറയുവാൻ പാടുള്ളതല്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ദൈവം ചതിച്ചുപോയി, ദൈവത്തിന് ഒരു കുട്ടി പിറന്നു, അതുപോലെ തന്നെ ഇതാ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു, ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അത് നമ്മൾ നടത്താൻ പാടുള്ളതല്ല. ഇതെല്ലാം അത്യുത്തമമായ അള്ളാഹുവിന്റെ നാമങ്ങൾക്കും അതിലടങ്ങിയ വിശേഷണങ്ങൾക്കും ന്യൂനതകൾ വരുത്തുന്നതാണ് എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ താക്കീത് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്യുത്തമമായ നാമങ്ങൾ എന്നാണ് അസ്മാഉള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ. അത് അത്യുത്തമമാണ്. അതുകൊണ്ട് തന്നെ അതിന് കോട്ടം വരുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് മാത്രവും പ്രത്യേകവുമായിട്ടുള്ളതാണ് ഈ രൂപത്തിലുള്ള അത്യുത്തമമായിട്ടുള്ള നാമങ്ങൾ. അത് അറിയിക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടു വന്നത്, പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലെ 8-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ നാമങ്ങൾ അവ ഉത്കൃഷ്ടമായതുകൊണ്ടാണ് അള്ളാഹു അവ കൊണ്ട് അവനെ ദിക്റെടുക്കുവാനും അവനോട് ദുആ ഇരക്കുവാനും വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. സൂറത്ത് അഹ്റാഫിലെ 180-ാമത്തെ ആയത്തിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിന് മാത്രമാണ്, അതിനാൽ ആ പേരുകൾ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
അദ്ദേഹം മദാരിജു സാലിക്കീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം പുകഴ്ത്തലിന്റെയും പ്രശംസയുടെയും മഹത്വപ്പെടുത്തലിന്റെയും നാമങ്ങളാണ്, അതിനാലാണ് അവ ഹുസ്ന ആയത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളായി ഖുർആനിലും സുന്നത്തിലും വന്ന പദങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആശയങ്ങളിൽ നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അവക്ക് പുറത്തുള്ള പ്രയോഗങ്ങൾ നടത്തുവാൻ നമ്മൾ പാടുള്ളതല്ല എന്നർത്ഥം. അസ്മാഉല്ലാ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് തൗഖീഫിയാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. എന്താ തൗഖീഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം സ്വീകരിക്കാവുന്ന വിഷയത്തിനാണ് തൗഖീഫിയ എന്ന് പറയുന്നത്. എങ്ങനെ? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്കാണ് തൗഖീഫിയ എന്ന് പറയുക. അത് നസ്സാണ്, അത് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്നതാണ് എന്നർത്ഥം. എന്നാൽ ഗവേഷണം നടത്തിക്കൊണ്ട് ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ചില പ്രയോഗങ്ങൾ നടത്താറുണ്ട്, ചില സാങ്കേതിക പദങ്ങൾ ഉരുവിടാറുണ്ട്. അതിനൊക്കെ എങ്ങനെ? അതിന് തൗഫീഖി എന്നാണ് പറയുക. തൗഫീഖി എന്നാണ് അതിന് പറയുക. ഖുർആനിലും സുന്നത്തിലും കൃത്യമായി പറയപ്പെട്ടിട്ടില്ലാത്ത പുതിയ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച വിധി, അവ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ അത് ഗവേഷണം ചെയ്ത് നിർദ്ധരിച്ചെടുക്കുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയാം. ആ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾക്കാണ് തൗഫീഖിയ എന്ന് പറയാം. എന്നാൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ അത് എന്തല്ല? അത് തൗഫീഖിയല്ല, മറിച്ച് അത് തൗഖീഫിയാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നത് മാത്രം സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനുണ്ട് എന്ന് അറിയിച്ചു തന്ന പേരുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരീകരിച്ച പേരുകൊണ്ട് മാത്രമാണ് നമ്മൾ അള്ളാഹുവിന്റെ പേര് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് സ്വീകരിക്കാത്ത പേരുകൊണ്ട് അവനെ നമ്മൾ ഒരിക്കലും പേര് വെച്ചുകൊണ്ടും അവനെ വിശേഷിപ്പിച്ചുകൊണ്ടും നമ്മൾ സംസാരിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു അവന് വെച്ച പേര് നിഷേധിക്കുവാനും പാടുള്ളതല്ല. അതെല്ലാം അള്ളാഹുവോട് ചെയ്യുന്ന അന്യായമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് ന്യൂനത വരുത്തുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾക്ക് പുറകെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അതിന്റെ പുറകെ നമ്മൾ ഒരിക്കലും പോകാൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. എന്നിട്ട് അതിന് ആയത്ത് പറയുന്നതോ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത് എന്ന. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത കാര്യത്തിന്റെ പുറകെ പോകരുത്. അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എവിടുന്ന? പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്, ഹദീസുകളിൽ നിന്നാണ്. അതിൽ മനസ്സിലാക്കിയ രൂപത്തിലല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള പ്രയോഗത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഒരു അറിവുമില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി താക്കീത് നൽകിയത് സൂറത്ത് ഇസ്രായിലെ 36-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി അള്ളാഹുവിന്റെ ഇസ്മുകൾ അത് നമുക്ക് ശരിക്കും പഠിക്കാൻ കഴിഞ്ഞാലോ? നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ ഇഹ്സാഹ് ചെയ്യുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി 99 ഇസ്മാ, നിശ്ചയം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100-1 ഒഴിവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, വല്ലവനും അവയെ ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. അപ്പോ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-1 കുറവാണത്. അത് ആരെങ്കിലും ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ. എന്താണ് ഇവിടെ ഇഹ്സാഹ് ചെയ്യുക, ഇഹ്സാഹിന്റെ ഉദ്ദേശം എന്താണ് എന്ന വിഷയത്തിൽ അതിന്റെ പ്രബലമായ അഭിപ്രായം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉണർത്തിയത് കാണാം. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളെ ഇഹ്സാഹ് ചെയ്യൽ അത് ചില മർത്തബകളായിട്ടാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒന്നാമതായി അവ എണ്ണി തിട്ടപ്പെടുത്തുകയും മനഃപ്പാടമാക്കുകയും ചെയ്യുക. എങ്ങനെ? അള്ളാഹുവിന്റെ നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് അത് മനഃപ്പാടമാക്കി എണ്ണി തിട്ടപ്പെടുത്തുക. രണ്ടാമത്തേത് അവയുടെ അർത്ഥവും അതിന്റെ തേട്ടവും നമ്മൾ അറിയണം. എന്താണ് ആ നാമം എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതിന്റെ അർത്ഥവും തേട്ടവും നമ്മൾ അറിയണം. പിന്നെ മൂന്നാമത് ആ നാമം കൊണ്ട് ദുആ ചെയ്യണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിന് മാത്രമാണ്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതിന് തെളിവായി കൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ ഉണർത്തുകയാണ് എന്നർത്ഥം.
ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹുവിന് ആകെ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വിഷയത്തിൽ എന്താണ് നമ്മളുടെ നിലപാട്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് കൂടി നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അവ നിർണിതമായി ക്ലിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അദൃശ്യ ലോകത്ത് അള്ളാഹുവിനായി സ്വീകരിച്ച നാമങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. ആ ദുആ വലിയ സുദീർഘമായ ദുആയാണ്. ആ ദുആയുടെ ഒരു ഭാഗമാണ് എന്ത്? അസ്അലുക, ഞാൻ നിന്നോട് തേടുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവലക, ബികുല്ലി ഇസ്മിൻ ഹുവലക, നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട് ഇതാ ഞാൻ നിന്നോട് തേടുകയാണ് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആയുടെ ബാക്കി ഭാഗം പറയുന്നത്, സമ്മൈത ബിഹി നഫ്സക, നീ നിന്റെ നഫ്സിനു പേര് വെച്ച, ഔ അല്ലംതഹു അഹ്ദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ഒരാളെ പഠിപ്പിച്ച, ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച, അവിസ്തഅസറത് ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ അടുക്കലുള്ള അദൃശ്യജ്ഞാനത്തിൽ നീ നിനക്ക് പ്രത്യേകമാക്കിയ, അതായത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഗൈബിയായ അദൃശ്യമായിട്ടുള്ള ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമാക്കിയ ആ പേര് വെച്ച് നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് തേടുന്നു എന്ന് പറയുന്ന ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒരു വിഭാഗം കൊണ്ട് അള്ളാഹു തനിക്ക് പേര് വെക്കുകയും താൻ ഉദ്ദേശിക്കുന്ന മലക്കുകൾക്കും അതല്ലെങ്കിൽ അവരല്ലാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ആ പേര് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ കിതാബിൽ അവൻ അവതരിപ്പിക്കുകയും തന്റെ ദാസന്മാരെ അറിയിക്കുകയും ചെയ്ത പേരുകളാണ്. ഇനി മൂന്നാമത്തെ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അദൃശ്യജ്ഞാനത്തിൽ അവൻ തനിക്ക് പ്രത്യേകമാക്കിയതാണ് എന്നർത്ഥം. ആ നാമങ്ങൾ അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും അവൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. അദൃശ്യ ലോകത്തുള്ള ആ നാമങ്ങളെ ആർക്കും എണ്ണി തിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ അത് എന്തൊക്കെയാണ് എന്ന് അറിയുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല. അവ അള്ളാഹുവിന്റെ മാത്രം അറിവിൽപ്പെട്ടതാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിശ്ചയം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100ൽ 1 ഒഴിവ്, വല്ലവനും അവയെ ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട് എന്നല്ലാതെ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രസ്താവിച്ചിട്ടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസ് അറിയിക്കുന്നത് ഇഹ്സാഹ് ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നാണ്. ഇമാം നബവി റഹിമഹുല്ലാ ആ ഇമാം മുസ്ലിമിലെ ആ ഹദീസിന് ശറഹ് നൽകിക്കൊണ്ട് വിശദീകരണം നൽകിക്കൊണ്ട് ഇമാം നബവി റഹിമഹുല്ലാ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഈ ഹദീസിൽ അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഹസർ ഇല്ല, അതായത് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നില്ല എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന്. പണ്ഡിതന്മാർ മുഴുവൻ അതിൽ ഇജ്മാ ഉള്ള വിഷയമാണ്, ഏകോപിച്ചിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ഇമാം നബവി റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്. ഈ 99 നാമങ്ങളല്ലാത്ത മറ്റു നാമങ്ങൾ അള്ളാഹുവിനില്ല എന്നതല്ല ഈ ഹദീസിന്റെ അർത്ഥം. 99 എണ്ണത്തെ വല്ലവൻ ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നത് മാത്രമാണ് ഹദീസിന്റെ ഉദ്ദേശമെന്ന് ഇമാം നബവി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, ആ 99 നാമങ്ങളെ കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയുകയുള്ളൂ. അള്ളാഹുവും അവന്റെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്ന വിഷയമാണ് അത്. ആ 99 നാമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലെ 3 നാമങ്ങളാണ് ബസ്മലയിൽ വന്നിട്ടുള്ളത്. ഒന്ന് അള്ളാഹു, ഒന്ന് അർ റഹ്മാൻ, ഒന്ന് അർ റഹീം. അതിൽ അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പിന്നെ ശേഷം വരുന്ന അർ റഹ്മാനും അർ റഹീമും ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ ആ നാമങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് ചർച്ച ചെയ്യാം. അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.